ഹലോ മക്കളെ, അപ്പോൾ ഇത് പ്രഡിക്ഷനാണ്. റെഡി? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ വരും എന്നതല്ല. പക്ഷേ നമ്മൾ കുറേ കാലമായല്ലോ മക്കൾക്കൊക്കെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വർഷത്തെ ക്വസ്റ്റ്യൻസും എക്സാമുകളും ഒക്കെ കണ്ട് നമുക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ സാറ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന +1 ക്രിസ്മസ് എക്സാമിൻ്റെ അക്കൗണ്ടൻസിയിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം. റെഡി? അപ്പോൾ ആദ്യത്തെ കാര്യം ഇത് പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ജേണൽ എൻട്രി ചെയ്താൽ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ഒരു ലെഡ്ജറും. ജേണൽ ആൻഡ് ലെഡ്ജർ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. റെഡി? അപ്പം ജേണൽ എൻട്രിയിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള മക്കളുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് മാറ്റിക്കൊള്ളുക. ജേണൽ എൻട്രി ഇല്ലാതെ നിങ്ങൾക്കൊരു ക്രിസ്മസ് എക്സാം ഉണ്ടാവുന്നതല്ല. ഒന്നാമത്തെ എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് സാർ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഇത്ര വർഷത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ അതിൽ ഏത് മെത്തേഡ്? നമുക്കറിയാം 2 മെത്തേഡുകളുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, മറ്റൊന്ന് WDV മെത്തേഡും ഉണ്ട് എന്നറിയാം അല്ലേ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റെഡി? അതിൽ പക്ഷേ സാറ് നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യുന്നു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വരിക സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും എന്നാണ്. എന്ന് വെച്ചിട്ട് അവിടെ WDV മെത്തേഡ് പഠിക്കാതെ പോകുക എന്നല്ല മീനിങ്. സാറൊന്ന് പ്രൊഡിക്റ്റ് ചെയ്താണ്. റെഡി? അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക, ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഷുവർ ആണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ടെക്നിക് എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പഠിച്ചിട്ട് പോയിക്കോളൂ. ആ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിന്റെ പേപ്പറിൽ കണ്ടിട്ടില്ലെങ്കിൽ സാറ് മീശ നീട്ടി പിരിച്ചു പോകും. അത് വേണ്ട, മീശ പഠിക്കും. സെറ്റ്? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യൂ. ഇമ്പോർട്ടൻറ്റ്. ട്രയൽ ബാലൻസും സിമ്പിളായിട്ട് മക്കൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഫോർമാറ്റ് വൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ സിമ്പിൾ ടെക്നിക്ക് അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. ഇതുപോലെ ഐറ്റംസ് തരും. ഏതെല്ലാം ഡെബിറ്റിൽ നമ്മൾ എമൗണ്ട് എഴുതണം, ഏതെല്ലാം ക്രെഡിറ്റിൽ നമ്മൾ എമൗണ്ട് എഴുതണം എന്നുള്ളത് മക്കൾക്ക് അറിയാലോ. അത് അതേപോലെ ഒന്ന് എഴുതി വെച്ചാൽ മക്കളെ 4-5 മാർക്കിന് ഈ ക്വസ്റ്റ്യനൊക്കെ വരിക അങ്ങ് പോരൂലേ? സിമ്പിൾ പഠിച്ചു വെച്ചോളാം. റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് വൺ പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇത് ഷുവർ ആണെന്ന് സാർ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് അക്കൗണ്ടൻസി എക്സാമിൽ വന്നിരിക്കും. ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ലെഡ്ജേഴ്സ് ആയിട്ടുള്ള സെയിൽസ്, അതുപോലെ സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ്, പർച്ചേസ് റിട്ടേൺസ്, അങ്ങനെ ജേണൽ പ്രോപ്പർ, അങ്ങനെ ഒരുപാട് ജേണലിൻ്റെ ടൈപ്പുകളാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2ൽ പഠിക്കുന്നത്. റെഡി? അതിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇൻക്ലൂഡിംഗ് കോൺട്രാ എൻട്രി നിങ്ങൾക്ക് എന്ത് ചോദിച്ചിരിക്കും? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കും. സോ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിൻ്റെ 5 കാര്യങ്ങൾ സാറോട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാതെ ആരും പോകാൻ നിൽക്കണ്ട. സെറ്റാണോ? റെഡിയാണോ? എങ്കിൽ ബൈ.